നമ്മൾ ഈ ട്രിപ്പ് പോയത് പൾസർ 150 പറഞ്ഞപ്പോഴേക്കും കുറേ ആൾക്കാർ നമ്മുടെ അടുത്ത് ചോദിച്ചു എന്നാത്തിൻ്റെ ബുള്ളറ്റിലൊന്നും പോകാതെ. സാധാരണ എല്ലാവരും ബുള്ളറ്റിലൊക്കെ അല്ലേ ലോങ് റൈഡ് പോകുന്നതെന്ന്. അപ്പം നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ജീവിതം ഭയങ്കര ഈസി ആയിരിക്കും. നമ്മൾ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഈഗോ പ്രശ്നം ഇല്ലായ്മയൊക്കെ തോന്നുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൂവ് ചെയ്യുന്ന ഈ വണ്ടി അത്യാവശ്യം കണ്ടീഷനുള്ള ഇത് തന്നെ കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ആണ് കേട്ടോ. 1 മണിയായ സമയം. നമ്മൾ ഗോവയിൽ നിന്ന് നേരെ ഡ്രൈവ് ചെയ്ത് രേവദന്ത എത്തിയിരിക്കുകയാണ്. രേവദന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ചെമ്പല്ലി പിടിച്ച സ്ഥലം. അപ്പോൾ ആ സ്പോട്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ഞാനോട് ഡ്രോണും ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ അങ്ങോട്ട് ചൂണ്ടിടാൻ വേണ്ടി പോവാണ്. പോകുന്ന വഴിയൊക്കെ കുറച്ച് റിസ്ക്കിയാണ്. നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ചോദിച്ചാൽ വണ്ടി ഏതാണെന്ന് കാണിക്കാൻ പറയാം. എടാ വണ്ടി കൂടുതൽ കാണിച്ചു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോകുന്ന കുറച്ച് റിസ്കി ആയിട്ടുള്ള വഴിയാണ്. വണ്ടി താഴുമെന്ന് അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. ഇത് ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വണ്ടി താഴാൻ ചാൻസ് ഉണ്ട്. താഴ്ന്നു കഴിഞ്ഞ് തള്ളാൻ പുറയിൽ ആളുകൊണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ. തള്ളിക്കണം കേട്ടോ. എടുത്തു പോയേക്കാം. അങ്ങോട്ട് പോകാം. ആണ് ഇതിനകത്ത് ഏറ്റവും വലിയ ടിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്നായിട്ട് നേരത്തെ ചേട്ടനും ആൻറ്റിമാരും പിള്ളേരുള്ള നേരത്തെ അവിടെ ചൂട് തുടങ്ങിയിട്ടുണ്ട്. സ്പിരിറ്റ് ഫാമിലിയുടെ. അപ്പോൾ എന്തായാലും പോയി നോക്കുകയാണ്. വെള്ളം കിട്ടുമെന്നറിയാം. ഏത് തറയിലാശാന കിട്ടിയോ? എല്ലാ ചെമ്പിലും പിടിച്ചു തീർത്തെന്നാ പറഞ്ഞേ. ഞാൻ നോക്കട്ടെ. ഇവര് മീനെ മൊത്തം പിടിച്ചു തീർത്തെന്ന് പറഞ്ഞേ. നോക്കട്ടെ. ഭയങ്കര പിടുത്തായിരുന്നാണ് പറഞ്ഞത്. ആന്റി കൊത്തണ്ട ആന്റി. മതി കറിക്കാളായി. ഇത് പിടിച്ചേ. ഇത് മറ്റേ ആഹാ അടിപൊളി. ഏരി വറ്റ കീളിക്കോര മിസ്റ്റർ കുഞ്ഞപ്പൻ ഫസ്റ്റ് ശിവാരാമൻ ചേച്ചി എന്റെ ചേട്ടൻ മോളിയാന്റിയാണ് മീൻ കൂടുതൽ പിടിച്ചത്. അപ്പൊ എന്താണെങ്കിലും നമ്മളെന്തേ പയ്യെ ചൂണ്ടിടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അതിന് മുമ്പ് ഫുഡ് ഉണ്ടാക്കണം. ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ചൂണ്ടിടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴും കിട്ടുമോ നോക്കാം. പിന്നെ ഒന്നും നോക്കിയില്ല. എല്ലാവരും കൂടെ കടലിൻ്റെ സൈഡിൽ നിന്ന് ആ മീനൊക്കെ അങ്ങോട്ട് വെട്ടി പാത്രത്തിലിട്ടങ്ങ് കറി ഇങ്ങോട്ട് വെച്ച് ആ പാത്രത്തിൽ നിന്ന് തന്നെ എല്ലാവരും ഒരുമിച്ച് കഴിച്ചു കേട്ടോ. നമ്മൾ ഫാമിലിയുടെ കൂട്ടത്തിലാണ് ട്രിപ്പ് പോകുന്നതെന്ന് പറയുമ്പോഴേക്കും കുറേ ആൾക്കാർ നമ്മുടെ ചോദിക്കാറുണ്ട് ഫാമിലിയുടെ കൂട്ടത്തിൽ ഭയങ്കര ബോറിംഗ് അല്ലേ, ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലല്ലേ ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് എന്ന്. നമുക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഫാമിലി കൂട്ടത്തിൽ അങ്ങനെ പോകാനായിട്ട് സമയം കണ്ടതേ ഇല്ല. നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സമയം കണ്ടെത്തണം, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് സമയം ചിലവഴിക്കണം. ഇന്നത്തെ കാലത്തെ പ്രശ്നം അത് തന്നെയാണ്. ഫാമിലികൾ തമ്മിലോ അല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലോ കുടുംബക്കാർ തമ്മിലോ ആങ്ങളപെങ്ങന്മാർ തമ്മിലോ ഒരു ഓപ്പണായിട്ടുള്ള സംസാരം ഒന്നുമില്ല. അപ്പോൾ നമുക്കതൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയുള്ള യാത്രകൾ നമ്മൾ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇവരുടെ പണ്ട് ഉപേക്ഷിച്ചു പോയ വലയാണ് കേട്ടോ. നിറച്ച് ശംഖും കാര്യങ്ങളൊക്കെ ഇത് ഉടക്കി കിടപ്പുണ്ട്. ഇഷ്ടം ഇതുപോലത്തെ കുറേ ശംഖുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറേ ഉണ്ട് ഇതുപോലത്തെ. ഒരു ഞണ്ട് കിടക്കുന്നുണ്ടോ? മറ്റാബാണ് കേട്ടോ. മറ്റാബിന്റെ ചെറുതാണ്. നമ്മളെന്തായാലും കാലൊടിച്ച് കളയുന്നതുകൊണ്ട് ആരും വിചാരിക്കില്ല. കാരണം എനിക്ക് കടി കിട്ടാതിരിക്കാനായിട്ടാണ് ഞാൻ കാലൊടിച്ച് കളയാൻ. അയ്യോ നമുക്ക് കിട്ടിയാണ്. മഡ്ക്രാബിൻ്റെ ചെറുതാണ്. അപ്പോൾ എന്താണ് നമുക്ക് ചുമ്മാ
വലയിലൂടെ ഈ സാധനം ചത്തു പോകത്തേ ഉള്ളൂ. ഞാനിപ്പോൾ എടുത്തിടാലും ഇപ്പോൾ ഇല്ലെങ്കിൽ ചത്തു പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ കൊണ്ടുപോകണം. മഡ് ക്രാബിന് നേരെ കഴിച്ചിട്ടില്ല കേട്ടോ. മഡ് ക്രാബിന് അത്യാവശ്യം ടേസ്റ്റ്. ഇത് വലുതാകുന്ന ഇവർ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെ ആൾക്കാർ വലയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ വലയിടുന്നവർക്ക് വലിയ മഡ് ക്രാബ്, അതായത് ഏകദേശം 1 കിലോ അടുത്തുള്ള ഈ സാധനമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അത്ര വലുതാവുന്ന. അപ്പോൾ എന്താണേലും ഞാനിതുവരെ ഇതിൽ കഴിച്ചിട്ടില്ല. ഇതിനെ നമ്മൾ എടുക്കുകയാണ്. ഇതിനെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിട്ട് കറി വെച്ച് നോക്കാം എന്താകുന്നത്. ചേട്ടാ നമ്മൾ ഇവിടെ ഈ വല ഉപേക്ഷിച്ച് പോയേക്കുന്നുണ്ട്. ഈ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര കടിച്ചു കഴിഞ്ഞാൽ നല്ല വേദനയാണ്. ഞാൻ എന്താണ് ഇതിനെല്ലാം പൊറിക്കുകയാണ്. നമുക്കിതിപ്പോൾ ഒരു കറിക്കുള്ളത് കിടാതെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ കടി കൊള്ളാം കേട്ടോ. ഇവിടെ ചേട്ടനോട് പറയാം കാല് കളയണ്ട. ഈ സാധനത്തിൻ്റെ കാല് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ഇത് കടിച്ചു പറയും. ഇപ്പോൾ വെള്ളം ഇപ്പോൾ കയറി ഇടും കേട്ടോ. അതിന് മുമ്പ് നമുക്ക് 2-3 കാസ്റ്റിംഗ് കൂടെ ചെയ്ത് നോക്കാം. അതിന് മുമ്പ് മഡ് ക്രാബ് എന്താണ് നല്ല ടേസ്റ്റ് ഉള്ളത്. മാർക്കറ്റിൽ എനിക്കൊന്ന് 10, 700, 800 രൂപയൊക്കെ വില ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. 600 രൂപയ്ക്ക് ഉണ്ടെന്ന് വരാം. എടാ അത് ഏറ്റവും അടിയിൽ കിടക്കുന്ന പോലെ. ഗ്രൂപ്പർ വിനാശ നമ്മളെന്താണല്ലോ അല്ലിയാട്ടൻ്റെ കടന്ന് മേടിച്ച ലൂറാണ് കേട്ടോ, തണ്ടർബാര. അതിൽ നമുക്കൊരു കുഞ്ഞ് ഗ്രൂപ്പർ അടിച്ചിരിക്കുകയാണ്. റെഡ് ഹെഡ് ആണ് അടിച്ചിരിക്കുന്നത്. തണ്ടർബാര കേട്ടോ. ഞാൻ പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല, 500 സംതിങ് ആണ്. നല്ല വലുതാണ് മീനാണ് കേട്ടോ. നമുക്ക് മീനൊന്നും കിട്ടില്ലാത്ത നമ്മൾ എടുക്കുകയാണ് കേട്ടോ. ഗ്രൂപ്പർ എന്ത് കീർപ്പി ലൂറോ? ഇത് പിടിച്ചേ, മറ്റേ ആ കൈ പിടിച്ചോ. അത് പിടിച്ചോ, ഇത് പിടിച്ചാൽ മതിയോ? ലോക്കാണ് ഓൾറെഡി. ഒന്നും ചെയ്യണ്ട. അടിപൊളി. എന്താണ് നമ്മൾ ഗോവയിൽ നിന്ന് തിരിച്ച് രേവനന്ദ വരാൻ വേണ്ടി പ്ലാൻ ചെയ്ത് തെറ്റായിട്ടുള്ളൊരു തീരുമാനമല്ലായിരുന്നു. നമ്മളിതിനെ പിടിച്ചതിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് സീമെൻ്റെ ലിവറിലായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു. ഇവിടെ ഞാനൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ലിവർ ട്രൈ ചെയ്തു. റെഡ് ഹെഡ് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ. 2 കൂടെ എറിഞ്ഞ് നോക്കാം. ശരിക്കും പറഞ്ഞാൽ റെഡ് ഹെഡിൽ ആദ്യത്തെ കയറാം. ഫസ്റ്റ് കയറി മീൻ അടിച്ചു. നമ്മുടെ നാട്ടിൽ കറുപ്പ്, അഴുകക്കോര എന്നൊക്കെ പറയുന്ന സാധനം. ബൈ ഉസ്കാ നാം ക്യാ ഹൈ? ഹെക്രു. അപ്പോൾ ഇവരിവിടെ ഇതിനെ ലോക്കലി പറയുന്ന ഹെക്രു എന്നാണ് കേട്ടോ, ഹെക്രു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും കറുപ്പിൻ്റെ പുതിയൊരു പേരും കൂടെ പിടിച്ചു കേട്ടോ. 2 കൂടെ എറിഞ്ഞ് നോക്കാം. ഇതാട്ടോ നമ്മൾ കുറച്ച് പറഞ്ഞ ശംഖ് ഇവിടെ വലയിലൊക്കെ ഉടക്കി കിടന്നു. ഇതുകൊണ്ട് കല്ലേ പറ്റി പിടിച്ചിരിക്കുന്ന സാധനം. ഇതുണ്ടോ, കല്ലേ പറ്റി പിടിക്കാതിരിക്കാനുള്ള എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുപോലത്തെ കുറേ ഉണ്ട് ഇതിൽ മൊത്തം കേട്ടോ. ഇത് നല്ല ഷാർപ്പാണ്. ഇതെല്ലാം ചെരുപ്പിലൊക്കെ ചവിട്ടി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാല് തുളഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ചൂണ്ടിട വരുമ്പോഴേക്കും നമ്മൾ ചെരുപ്പ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം കേട്ടോ. നല്ല ഷൂസാണ് ഏറ്റവും നല്ലത്. നമ്മൾ കുറേ നേരം കൂടെ കാസ്റ്റ് ചെയ്തപ്പോഴേക്ക് സന്ധ്യയാകാൻ തുടങ്ങിയായിരുന്നു. അപ്പം നമ്മൾ പയ്യെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് എല്ലാവരും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫാമിലിക്കും കൂടെ കുറച്ചും കൂടെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് ഫാമിലികൾ തമ്മിലുള്ള അടുപ്പക്കുറവാണ്. അപ്പം നമ്മൾ
ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുമ്പോഴേക്കും ഇടയ്ക്ക് ഫാമിലിയുടെ കൂട്ടത്തിലും പുറത്തൊക്കെ പോകുക ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. നേരെ വീട്ടിൽ പോയി നമ്മൾ ഈ മീനിനെ കറിയാക്കും കേട്ടോ. ഇതേ നമ്മളപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. സമയം നോക്കിയാൽ ഏകദേശം 2 മണിയാകുന്നു. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. കുഞ്ഞപ്പൻ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. നമ്മൾ താമസിച്ചു അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഗ്രൂപ്പിൻ്റെ കറി വെച്ചാലോ. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നായിട്ട് വെട്ടി. ഇനി നമുക്ക് മീനിനെ കറി വെക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് ഇത്. വെക്കാനായിട്ട് ഇപ്പോൾ 2 മണിയല്ലേ, 2 മണിയായി. അപ്പം നമുക്കിതിനെ വെക്കാനായിട്ട് ഏകദേശം എത്ര എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് മാക്സിമം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള കറി, പക്ഷേ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കറി. എൻ്റെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അപ്ലോഡ് ചെയ്തേക്കുന്ന ഈ ടൈപ്പ് മീൻ കറി ആയിരിക്കും. കാണിച്ചു തരാം. മീൻ നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ കറി വെക്കാനായിട്ട് നമുക്ക് വേണ്ടത് കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ കുടംപുളി. അപ്പം നമുക്ക് എന്താണ് നേരെ കറി വെക്കാൻ തുടങ്ങാം കേട്ടോ. നമ്മുടെ ഒരു വലിയ ചട്ടിയൊക്കെ ഉണ്ട്. ഈ ചട്ടിയുടെയും ഉദ്ഘാടനമാണ് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചട്ടിയാണ്. ഇതിന് മുമ്പ് കൊണ്ടുവന്ന ചട്ടി ഞാൻ ചെമ്പല്ലി പിടിക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിനകത്ത് കോട്ടയത്ത് നിന്ന് എവിടെ നിന്ന് കൊണ്ടുവന്ന ചട്ടി? അപ്പൊ കോട്ടയത്ത് നിന്ന് നമ്മള് ചട്ടി ഇങ്ങോട്ട് മുംബൈക്ക് ഇവർക്ക് വലിയ മീനൊക്കെ പിടിച്ച് കറി വെക്കാനായിട്ട് നമ്മൾ ചട്ടി കൊണ്ടുവന്നായിരുന്നു. എന്തായാലും ചട്ടി ആദ്യത്തെ ചട്ടി ഉദ്ഘാടനം ചെയ്ത് ചെമ്പല്ലി വെച്ചിട്ട് ഇപ്പൊ ആന്റിയുടെ ചട്ടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നത് കറുവപ്പ് വെച്ചിട്ട്. നല്ല വരച്ചല്ലേ. ഇനി നമുക്ക് ആദ്യം ചട്ടിക്കകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. പിരിയൻ മുളക് പൊടിയാണോ ആന്റി? കാശ്മീരി മിർച്ചിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് പൊടി കേട്ടോ. പക്ഷേ നമ്മളിവിടെ ബോംബെയിലൊക്കെ ആൻറ്റി ഉപ്പ് നീരാക്കി വെച്ചിരിക്കുകയാണ് ഇവരുടെ എളുപ്പത്തിന്. അപ്പോൾ നമ്മൾ ഉപ്പ് നീരാണ് ഒഴിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. അതിനുശേഷം നമുക്ക് എത്ര ചാറ് വേണോ അത്രയും വെള്ളം ഒഴിക്കാം. വെള്ളത്തിൻ്റെ ആവശ്യം ഒത്തിരി ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം മീനിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ഈ ചാറ് അങ്ങനെ വറ്റിപ്പോകുന്നത്. ഇൻ കേസ് ചാറ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം അതിൻ്റെ കൂടെ ഒരു ഇച്ചിരി ചാറ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു മീനിന്. മീൻ നമ്മൾ മൊത്തമായിട്ടിട്ട് വറക്കാൻ പോകണം കേട്ടോ. നമ്മുടെ മീനിന് കറി വെക്കാൻ വേണ്ടി പോകണം കേട്ടോ. കുടംപുളി 3 കുടംപുളി കാണാൻ പറ്റത്തില്ല, കുടംപുളി അതിനകത്ത് കിടപ്പുണ്ട്. 3 കുടംപുളി ഇട്ടതിന് ശേഷം വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളയ്ക്കുന്ന ഗ്യാപ്പിൽ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിഞ്ഞെടുക്കാം. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും. ഇതുകൊണ്ട് അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ചു. നമുക്ക് നേരെ ആദ്യമേ മീനെ എടുത്ത് അതേപടി അങ്ങ് ഇടാം കേട്ടോ. ഇട്ടോ ആൻറ്റി, കറക്റ്റ് സൈസ് ചട്ടിക്ക്. ഇതേ നോക്കിയേ, ഇതിനേക്കാളും ഒരു 2 ഇഞ്ചും കൂടെ കൂടിയാലും നമുക്കിടാൻ പറ്റത്തില്ലല്ലേ, പൊങ്ങി നിൽക്കും. ഇത് കറക്റ്റ് നോക്കിയാൽ നിങ്ങൾ നോക്കിയേ, ചട്ടിക്ക് അനുസരിച്ചുള്ള മീനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ചട്ടി വലുത് മേടിക്കണം. അതിനുശേഷം നമുക്ക് അരപ്പിടാം. ആദ്യമേ ഇഞ്ചി എടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടോ, അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ഇടുക. അതിനുശേഷം വെളുത്തുള്ളി, ആവശ്യത്തിന് വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി എരിവൊക്കെ വേണ്ട ആൾക്കാർക്ക് നല്ല എരിവുള്ള പച്ചമുളക് ഇടാം, അല്ലെങ്കിൽ ജസ്റ്റ് ഭംഗിക്കാണെങ്കിലും അത് നല്ല രസമാണ് കാണാനായിട്ട്. അതിനുശേഷം കറിവേപ്പില.
അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിക്കാം കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ്. ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതാണ് കേട്ടോ ഈ മീൻ കറിയുടെ പ്രത്യേകത. അതായത് മീൻ വെട്ടാനായിട്ട് നമുക്ക് എടുക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ പെട്ടെന്നാണ്. അതായത് നമ്മൾ അരപ്പ് തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് അരിഞ്ഞ് വെക്കാം. അത് കഴിയുമ്പോഴേക്കും അരപ്പ് തിളയ്ക്കും. എന്നിട്ട് നേരെ മീൻ എടുത്ത് അതിലേക്ക് ഇടുക, ഇൻഗ്രീഡിയൻസ് ഇടുക, തിളപ്പിക്കുക. ഒരു എത്ര നേരം എടുക്കും? ഒരു 15 മിനിറ്റ് തിളച്ച് കഴിയുമ്പോഴേക്കും കറി നല്ല അടിപൊളിയാണ് കേട്ടോ. ചാറൊക്കെ അന്നത്തെ പോലെ ചെമ്പല്ലിയുടെ തലയിൽ കൂടെ കോരി ഒഴിച്ച പോലെ ഈ ഗ്രൂപ്പറിൻ്റെ ദേഹത്തോടും കോരി ഒഴിക്കാം. അടിപൊളി. നമ്മൾ മീഡിയം ഫ്ലെയിമാണ് കേട്ടോ വെച്ചേക്കണേ. ഒത്തിരി ഇരുന്ന് തിളച്ചാലും കൊള്ളത്തില്ല, അതുകൊണ്ട് പയ്യെ ഇരുന്ന് തിളക്കട്ടെ. മെയിനാകുന്ന ഗ്യാപ്പിൽ നമ്മളെല്ലാവരും കുളിച്ചിട്ട് വന്നു. അപ്പോൾ വിശന്ന് പൊരിഞ്ഞിരിക്കുവാണ്. ലാസ്റ്റ് സ്റ്റേജാണ് കേട്ടോ. നമ്മൾ ആ മീനിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ പരിപാടി ഫുള്ളായിട്ട് തീർന്നു കേട്ടോ. അതും കൂടെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഫുൾ ഫിനിഷ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. തിളയ്ക്കുന്ന ഒച്ച നമുക്കിവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. കഷ്ണത്തിലൊക്കെ പുളിയെല്ലാം പിടിച്ച് കാണണം എന്ന് നമുക്ക് വിചാരിക്കുന്നു. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള എണീപ്പിക്കാം. ജിനാശ ചോറായി, എണീക്ക്. കുഞ്ഞപ്പാ ഡാ ആ എടുക്കാം എടാ. അപ്പം ഞാനാണെങ്കിൽ കറി ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊന്നും ടേസ്റ്റ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല. ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ മൊത്തം ഇതിൽ തന്നെ ടേസ്റ്റ് ചെയ്യണം കേട്ടോ. ചെമ്പരിനേക്കാളും ശരിയാണ്, മോള് പറഞ്ഞാൽ ശരിയാണ്. ചെമ്പരിനേക്കാളും കുറച്ചും കൂടെ നെയ്യുള്ള ഇറച്ചിയാണ് ഗ്രൂപ്പറിൻ്റെ. ഞാനിതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പറഞ്ഞൊരു പോയിന്റാണ്. അപ്പം ഗ്രൂപ്പർ സമയം 2:30 കഴിഞ്ഞ് 5 മിനിറ്റ്. വിശന്നിരിക്കുന്നതാണ് കേട്ടോ. എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ അടുത്ത വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഇതിന് തിരിച്ച് നാട്ടിലേക്ക് വരുവാണ്. ബാക്കി ഫിഷിംഗ് എല്ലാം നാട്ടിലാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. വടക്കേ മുറിക്ക് നടക്കുക. ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഗ്രൂപ്പർ കഴിക്കുന്നത്. എന്താണ് നിന്റെ റിയാക്ഷൻ? ഞാൻ ഇതിനും കഴിച്ചിട്ടില്ല, ഫസ്റ്റ് ടൈം കഴിക്കുന്ന. കണ്ണൊക്കെ മേളിലേക്ക് ഇരിക്കുന്നത്. എടാ നിന്റെ കൃഷ്ണമണി കാണുന്നില്ല. ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കണ്ടായിരുന്നല്ലേ. കൊള്ളാം ആൻറ്റി. ചൂട് കാരണം മീൻ ടേസ്റ്റ് ചെയ്യാൻ കഷ്ടപ്പെടുന്ന ചേച്ചി. ഓരോരുത്തൊക്കെ പോകുന്നുണ്ടോ? ബന്ധം മോൻ കാണിച്ചാ ചാനലിടാനുള്ള അടുപ്പിച്ചെടുക്കട്ടെ. അപ്പൊ അതാണ് കേട്ടോ ഈ മീൻകറിയുടെ പ്രത്യേകത.